ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പനീർ ബട്ടർ മസാല റെസിപ്പിയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മുഴുവനും ഇരുന്ന് കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടി പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായ പാനിലേക്ക് 1 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബട്ടറിൻ്റെ കൂടെ അല്പം വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല, നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അല്പം വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 മീഡിയം സ്ലൈസ്ഡ് സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി, ഒരുപാട് ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട. സവാള സോഫ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് 3 അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ടൊമാറ്റോ ഒക്കെ നല്ല മാഷ് ആകുമ്പോൾ നമുക്കിത് അരച്ചെടുക്കണം. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ വീണ്ടും 1 ക്യൂബ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ചൂടായതിനു ശേഷം അതിലേക്ക് 3 ഗ്രാമ്പൂ, 1 ഏലക്ക, 1 ബേ ലീഫ് ഇത്രയും ചേർത്ത് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 മീഡിയം സൈസ് സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. മുന്നേ നമ്മൾ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്, ഇതിൽ പക്ഷേ നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നിടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് റോ ടേസ്റ്റ് മാറുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുന്നേ അരച്ചു വെച്ച ആ ഒരു ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ആ ഒരു മിക്സ്ചറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയാണ് ഈ റെസിപ്പിയിൽ കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസീജിയർ. നമുക്കിത് നന്നായിട്ട് ഇളക്കി ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്യണം. ഇപ്പം കളർ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ മുന്നേ എടുത്ത കളറല്ല, അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ജലാംശമൊക്കെ മാറി വന്നിട്ടുണ്ട്, പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് എത്ര ലൂസ് ആവണം എന്നതിനെ അപേക്ഷിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് നല്ല തിക്കാവും കറി. വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അപ്പം നല്ല തിക്കായിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. ഇനി ഇതിലേക്ക് നമുക്ക് 200 ഗ്രാം പനീർ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ക്യൂബ്സായിട്ട് വാങ്ങുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ സ്ലാബായിട്ടാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ട്
ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പനീർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി 5 മിനിറ്റ് സിമ്മിൽ അടച്ചു വെച്ചൊന്ന് വേവിച്ചാൽ മതി. അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പനീറിന് നമുക്കധികം വേവൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അഞ്ച് മിനിറ്റോളം ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി മസ്റ്റാണ് ഈ റെസിപ്പിയിൽ. കസൂരി മേത്തിയുടെ ഫ്ലേവർ എന്തായാലും നമ്മുടെ പനീറിന് വേണം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്